ആരായിരിക്കും ലാലേട്ടൻ്റെ അപ്പുറം ഇപ്പുറം നിൽക്കുന്നത്, ലാലേട്ടൻ്റെ ഏത് വശത്ത് നിൽക്കുന്ന ആളാണ് എല്ലാ വർഷവും ജയിച്ചിട്ടുള്ളത് എന്നൊക്കെ നമുക്കൊന്ന് നോക്കിയാലോ. ഉറപ്പായിട്ടും ലാലേട്ടൻ്റെ വലത്ത് വശത്ത് നിൽക്കുന്ന ആൾ ആരായാലും ആ ആൾ ജയിച്ചിരിക്കും. എല്ലാ വർഷവും അങ്ങനെ തന്നെയാണ്. ഞാൻ അതിൻ്റെ ഫോട്ടോസൊക്കെ കാണിച്ചു തരാം. അതിന് മുൻപേ തന്നെ അനുമോളും അനീഷേട്ടനും വീട്ടിലിരിക്കുകയാണ്. ലാലേട്ടൻ അവരറിയാതെ വീടിൻ്റെ ഉള്ളിലേക്ക് കയറി ചെല്ലുന്നുണ്ട്. ആകെ ടെൻഷനിലാണ് രണ്ടുപേരും. ടോപ്പ് 2 അല്ലേ. അപ്പോൾ ഇവരെ സ്റ്റേജിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ലാലേട്ടൻ ഇങ്ങനെ അകത്തേക്ക് ചെല്ലുമ്പോൾ ഭയങ്കര സർപ്രൈസ്ഡായി അനുമോളും നമ്മുടെ അനീഷേട്ടനും ഭയങ്കര സ്ട്രെസ്സായി, ഭയങ്കര ടെൻഷനായി. അയ്യോ സന്തോഷം എന്തൊക്കെയാ. ലാലേട്ടൻ അവിടെ ചെന്ന് രണ്ടുപേരുടെ കൈയൊക്കെ കൊടുത്ത് രണ്ടുപേരെ അപ്പുറവും ഇപ്പുറവും നിർത്തി. അതിനുശേഷം അതിൻ്റെ ചില ആൾക്കാരുടെ ഫേസ് ഒന്നും അത്രയ്ക്ക് അങ്ങോട്ട് എന്താ പറയുക, അങ്ങോട്ട് ചിരിയൊന്നും ഇല്ല കേട്ടോ. ആർക്കായിരിക്കും നമ്മുടെ സരിക ചേച്ചിക്കും ശൈത്യക്കൊക്കെ അയ്യോ ഇവളെ കൊണ്ടോ എന്നുള്ളൊരു രീതിയിൽ എല്ലാ കണ്ടസ്റ്റൻസും ഇങ്ങനെ ആകാംക്ഷയോടെ വെയിറ്റ് ചെയ്യാണ്. ലാലേട്ടൻ രണ്ടുപേരെ അവിടെ പിടിച്ചിരുത്തി സോഫയുടെ അപ്പുറവും ഇപ്പുറവും ഇരുത്തിയിരിക്കുകയാണ്. സ്റ്റേജിൽ ഇവരെ കൊണ്ടുവന്നിട്ട് എവിടെയാണ് നിർത്തുന്ന പൊസിഷൻ ഒന്ന് നോക്കണേ. വലത്ത് സൈഡിലാണെങ്കിൽ എല്ലാ വർഷത്തെയും വെച്ച് നോക്കുകയാണെങ്കിൽ വലത്ത് സൈഡിൽ ആരെ നിർത്തുന്നു അവർ ഉറപ്പായിട്ടും ജയിക്കും. അങ്ങനെ തന്നെയാണ് ഇതുവരെയുള്ള ചരിത്രം കാണിക്കുന്നത്. സെക്കൻഡ് സീസൺ മാത്രം ആരും ഉണ്ടായിരുന്നില്ലല്ലോ. അവർ പകുതിക്ക് വെച്ച് അവരുടെ ഒരു കോവിഡൊക്കെ വന്നിട്ട് എന്തോ അവർ സ്റ്റോപ്പ് ചെയ്തായിരുന്നു ആ സീസൺ അങ്ങ്. ബാക്കിയുള്ള എല്ലാ സീസൺ നോക്കുകയാണെങ്കിലും റൈറ്റ് സൈഡിൽ ആരാണ് നിൽക്കുന്നത് അവരാണ് ജയിക്കുക. പക്ഷേ ഇവിടെ അല്ല കേട്ടോ. ഇവിടെ ഇപ്പം അനീഷേട്ടനും അനുമോളുമാണ് ഇരിക്കുന്നത്. പക്ഷേ സ്റ്റേജിൽ ലാലേട്ടൻ കൊണ്ടുപോയി നിർത്തുന്നത് നോക്കണം. ആ പൊസിഷൻ വെച്ചിട്ട് നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. അപ്പം നിങ്ങൾ ഇതൊന്ന് കണ്ടു നോക്കിക്കേ. റൈറ്റ് സൈഡിൽ നിൽക്കുന്ന ആൾക്കാരെ നോക്ക്. നമ്മുടെ സാബു ചേട്ടൻ ഫസ്റ്റ്, അതേപോലെ മണിക്കുട്ടൻ ഫസ്റ്റ്, റൈറ്റ് സൈഡിലാണ് ലാലേട്ടൻ്റെ. അതേപോലെ തന്നെ അടുത്ത ആരാ, നമ്മുടെ ദിൽഷ, റോബിൻ. ആ ഒരു ദിൽഷയാണ് ഫസ്റ്റ്. റോബിനായിരുന്നു കിട്ടേണ്ടത്, പക്ഷേ ദിൽഷ. അതിനുശേഷം മാരാർ റൈറ്റ് സൈഡിൽ ഫസ്റ്റ്. അതിനുശേഷം ജിൻഡോ റൈറ്റ് സൈഡിൽ ഫസ്റ്റ് പൊസിഷൻ. ഇതൊക്കെ വെച്ച് നോക്കുമ്പം റൈറ്റ് സൈഡിൽ ലാലേട്ടൻ ആരെയാണ് കൊണ്ടുപോയി നിർത്തുന്നതെന്ന് നമുക്ക് നോക്കാം. ഭയങ്കര ആകാംക്ഷയോടെ വെയിറ്റിംഗ് ആണ്. ലാലേട്ടൻ വന്നിരിപ്പുണ്ട്. രണ്ടുപേരും ഭയങ്കര ടെൻസ്ഡാണ്. ലാലേട്ടൻ പറയുകയാണ് ഇവർ പോകുന്നതിൻ്റെ ഒപ്പം ഞാനും പോവാണ്. അപ്പം ഇവരുടെ രണ്ടുപേരുടെയും വീഡിയോസാണ് ഇനി കാണിക്കാൻ പോകുന്നത്. വീഡിയോസ് എല്ലാം കാണിച്ചതിന് ശേഷം ലാലേട്ടൻ ഇവരെ സ്റ്റേജിലോട്ട് കൊണ്ടുവരും. അപ്പം നമുക്ക് നോക്കാം ആരാണ് ജയിക്കുന്നത്, ലാലേട്ടൻ്റെ റൈറ്റ് സൈഡിൽ ആരാണ് നിൽക്കുന്നതെന്ന്. കട്ട വെയിറ്റിംഗ് ആണ്. ചാനൽ ഇഷ്ടപ്പെടുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്, ആര് ജയിക്കുമെന്നാണ് തോന്നുന്നത് എന്നൊക്കെയുള്ളത് കമൻ്റായിട്ട് രേഖപ്പെടുത്തുക.